കുഞ്ഞുമ ഇതെന്താ ഫോണിൽ തോണ്ടിയിട്ട് ഒരു ഉഷാറില്ലാണ്ട് അങ്ങനെ ഇരിക്കണേ? ഉഷാറ് കുറവൊന്നുമില്ല. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നാവോ മനസ്സിങ്ങനെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേനോ? നമ്മൾ മിഞ്ഞാന്ന് ഇവിടെ പോയപ്പെടുത്ത വീഡിയോ, പിന്നെ പാണ്ടിക്കാട് പോയപ്പെടുത്ത വീഡിയോ. അതിൽ ഞാനിങ്ങനെ ഒരു ഇത് കൊടുത്തിരുന്നു, എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ എന്നെ വിളിച്ച്, കമറത്തെ വിളിച്ച്. പിന്നെ ഇന്ന് രാവിലെ എന്നെ കണ്ടപ്പോൾ നഷീദ ചോദിച്ചു എന്താ പറ്റിയ, ആർക്ക് സുഖമില്ലാത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കണം നമുക്കെന്തോ പറ്റിയത്. ശരിക്കും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞതാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ്. അപ്പോൾ ആ കമൻ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇന്നലെ ഇപ്പോൾ നമ്മളെ ബാവക്കല്ലേ, കുഞ്ഞു ബാവക്ക, പെരിന്തൽമണ്ണ, ഓര് പിന്നെ എന്നോട് ചോദിച്ചു എന്താ മോളെ, പിന്നെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒന്നുമില്ല ബാവക്ക, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം, ഇത് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ബാവക്ക എന്നോട് പറയാം, എന്താണെങ്കിലും നല്ലതാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങളെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും, മക്കൾക്ക് ഉണ്ടാവും. പിന്നെ അതേമാതിരി നമ്മളെ സൈറത്തല്ലേ, സാലാശ്ശേരിൻ്റെ ഉമ്മച്ചി, ഒന്ന് സാലാശ്ശേരിൻ്റെ ഉമ്മച്ചി പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ഞങ്ങളെ കുടുംബത്തിലെ ഒരാളെ പോലാണ്. അങ്ങനെയൊക്കെ ഓരോ കമൻറ്റും അങ്ങനെ കുറേ ആൾക്കാർ, ഞാൻ അപ്പം എനിക്ക് ഓർമ്മയിലുള്ളവരത് പറഞ്ഞതാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കുന്നുണ്ട്, കമൻ്റ് അയക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. കാരണം നമ്മളെ ഒരിക്കൽ പോലും ഒരാരും നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളെ സുഹൈലും നിയാസൊക്കെ നോക്കി നോക്കാം, എല്ലാ ദിവസവും എന്താ പറയാ, ഒരു ചെറിയൊരു വിഷമം നമ്മളെ ഞാനത് വിട്ടു, എബിന്റെ കേട്ടിട്ടുണ്ടെന്നെ കൊല്ലും. പിന്നെ ഒരു ദിവസം ലൈവ് ഇടാൻ നേരം വയ്യല്ല, അല്ലെ ഒരു വീഡിയോ ഇടാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ ഒരു ചോദിക്കും സുനിൽ ബ്രോ, ഓരൊക്കെ അഷ്കർക്ക, പിന്നെ യൂസഫ്, ഉമ്മർ, അങ്ങനെ കുറേ ആൾക്കാർ, ഞാൻ ഇപ്പൊ പേര് പെട്ടെന്ന് പറയാൻ കിട്ടുന്നവരത് പറഞ്ഞതാ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കണം, സ്ഥിരം നമ്മളെ കാണാൻ ആഗ്രഹിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബും കൊണ്ട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടുള്ള കാര്യങ്ങൾ. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഓരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ പോലും ഇവരൊന്നും നേരിട്ട് കണ്ടിട്ടില്ല നമ്മളാരും. അപ്പം അങ്ങനെയുള്ളവരെ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പോയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യത്തിന്, ഒരു ഹോസ്പിറ്റലിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മക്കളതാണെങ്കിലും ഞങ്ങളതാണെങ്കിലും അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് ഇപ്പോൾ ഹൈറാണ്, സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഇനിയും ഞങ്ങളെ കൂടെ വേണം. വണ്ടിയുണ്ട്, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഞങ്ങളെ കൂടെ വേണം. നിങ്ങളെ സപ്പോർട്ടാണ്, നിങ്ങളെ പ്രാർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും, അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞങ്ങളെ കൂടെ വേണം ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളെ കമൻറ്റ്, നമ്മളെ ഒരു ഫാമിലി പോലല്ലേ, അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇനി നമ്മളെ ചാനലിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിലത്തെ വീഡിയോസുകളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീഡിയോസ് വീഡിയോ ആണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നിങ്ങളെ പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഇനിയും വേണം. തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മളതാണെങ്കിലും. ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. ഉപകാരമുള്ള, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസാണ് വരാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിൽ ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാണുന്നവർ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.